അല്ല 7 കോടി ജനങ്ങളാണ് ഇവിടെ ദാരിദ്ര്യരേഖ താഴെയത്. ദാരിദ്ര്യരേഖ താഴെ 7 കോടി ആളുകളാണ് ദാരിദ്ര്യരേഖ താഴെയാണ്. അത് ലോക നിലവാരം വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ദാരിദ്ര്യ നിലവാരത്തിലേക്ക് താഴെ പോയ ജനങ്ങളുടെ 60% അത് ഇന്ത്യയിൽ. പിന്നെ ഇന്ത്യ എങ്ങനെ 7% വളർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പറക്കൽ പ്രഭാകരൻ എന്ന് പറയുന്ന JNU ഇതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ, അതേപോലെ തന്നെ ഒരു സമയത്ത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഉണ്ടാവുകയും പിന്നീട് BJPയിലേക്ക് പോവുകയും, വാജ്പേയിയുടെ കാലത്ത് BJPയിലേക്ക് പോവുകയും പിന്നീട് അതൊക്കെ വിട്ടുകൊണ്ട് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ സത്യം വിളിച്ചു പറയാൻ വേണ്ടി പോവാണ്. ഇനി ഇത് വിച്ചരിക്കാൻ വേണ്ടി പറ്റില്ല. 14 മുതൽ 24 വരെ 10 കൊല്ലമായി ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിത് പറ്റില്ല. അതുകൊണ്ട് പറയാണ്, ഇവിടെ തൊഴിലില്ലായ്മ 25%. 25% എന്ന് പറഞ്ഞാൽ ഈ തൊഴിലില്ലായ്മ ഈക്വൽ ടു ലെബനൻ. ഈ തകർന്നുപോയ രാജ്യങ്ങളുടെ സിറിയ, ലെബനൻ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂടെയാണ് ഇന്ത്യ നിന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ തൊഴിലില്ലായ്മ തുടങ്ങുന്നത് 13% മാത്രമേ ഉള്ളൂ. ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 25%. എന്നിട്ടാണ് അമേരിക്കയിൽ പോയിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് 7% വളർച്ച എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ 7% വളർച്ച ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നത്? 7% വളർച്ച വന്നിരിക്കുന്നത് കോവിഡിന് ശേഷമാണ്. കോവിഡ് 0 ആണ് സാമ്പത്തിക വളർച്ച. അതിൽ നിന്ന് 7% വളർന്നിരിക്കുന്നത്. അല്ലാതെ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വളർച്ചയുടെ കണ്ടിന്യൂഷൻ അല്ല ഈ 7% എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണം. പണ്ട് 4 കിലോമീറ്റർ റോഡ് പണി, 4 കിലോമീറ്റർ റോഡ് പണി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റോഡ് പണി എടുത്തു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ വളർച്ച എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇത് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം, ഇത് 4 കിലോമീറ്റർ വളർച്ച, 1 കിലോമീറ്റർ പണിയെടുത്തിട്ട് 4 കിലോമീറ്റർ വളർച്ച ടെൻഡർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാര്യങ്ങൾ ഇവിടെ നുണയുടെ ഭാഗത്ത്, നുണയുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ പറയുന്ന പോലെ ഏക സിവിൽ കോഡിലേക്കും അതുപോലെ തന്നെ ഇവിടെ മണിപ്പൂരിലെ പ്രശ്നങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു മതധ്രുവീകരണം ഇവിടെ 2010 ശേഷം ഉണ്ടാക്കിയത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഈ പറയുന്ന പോലെ വിഭജന കാലത്തുണ്ടായിരുന്ന ഒരു വൈരാഗ്യത്തിലേക്ക് ഈ ജനാധിപത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് 10 കൊല്ലം കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാദത്ത് ഹസൻ മോണ്ടു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ഇതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. സാദത്ത് ഹസൻ മോണ്ടു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം വിഭജന കാലഘട്ടത്തിലുള്ള കഥകൾ എഴുതിയ ഒരാളാണ്. കുറച്ച് ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തീവ്രമായിട്ട് വിഭജനം കൊണ്ട് തകർന്നു പോയ ഒരു മനുഷ്യനാണ്, ജീവിതം തകർന്നു പോയ മനുഷ്യനാണ് അദ്ദേഹം. അന്ന് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത്, ഭാരതത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ വിഭജന കാലഘട്ടത്തിൽ ലാഹോറിലേക്ക് പോകേണ്ടി വന്നു. ലാഹോറിലേക്ക് പോയി കഴിഞ്ഞാൽ ലാഹോറിലപ്പോൾ സിനിമയും കാര്യങ്ങളൊന്നുമില്ല. സിനിമയൊക്കെ ഡൽഹിയിലും മറ്റും കേന്ദ്രീകരിച്ച്, ബോംബെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമ ഉണ്ടാകുന്നത്. ഇവിടെ അശോക് കുമാറിൻ്റെ സിനിമകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അതിജീനിയസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. ഈ എഴുത്തുകാരൻ അവിടെ പോവുകയും അവിടെ പോയിട്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അയാൾ അവിടെ സിനിമയില്ല, സംഭവങ്ങളില്ല, പരിചയക്കാരില്ല, ഒന്നുമില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായ മദ്യത്തിലേക്ക് കടന്നു, ജീവിക്കാൻ ഗതിയില്ലാതെ മദ്യത്തിലേക്ക് കടന്നു പോവുകയും അങ്ങനെ കുടിച്ച് മരിച്ചുപോയ അതിദീക്ഷണാശാലിയായ ഒരു എഴുത്തുകാരനാണ് സാദത്ത് ഹസൻ മോണ്ടു എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ തോബ തേസിംഗ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. തോബ തേസിംഗ് എന്ന് പറഞ്ഞൊരു കഥ ഈ പാകിസ്ഥാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തോബ തേസിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ അന്ന് വിഭജനം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്കും ഭ്രാന്തന്മാരായ ആളുകളെ, അതായത് വിഭജനം നടന്നു കഴിഞ്ഞു അല്ലേ, വിഭജനം നടന്നു കഴിഞ്ഞാൽ ഭ്രാന്തന്മാരായ ഈ ജയിലില്ല ഈ മറ്റേ ഭ്രാന്താശുപത്രിയിൽ താമസിക്കുന്ന ഭ്രാന്തന്മാരായ ആളുകളെ കൈമാറുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് കുറേ ഭ്രാന്തന്മാരെ എങ്ങോട്ട് ബോംബെയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. ഡൽഹിയിൽ നിന്ന് കുറേ ഭ്രാന്തന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഭ്രാന്തന്മാർക്ക് എന്ത് രാജ്യം? അവരുടെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു കഥാപാത്രം അതിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇവിടെ ഭയങ്കരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കഥാപാത്രം ഒരു മരത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു എനിക്ക് ഇന്ത്യയും വേണ്ട പാകിസ്ഥാനും വേണ്ട, എനിക്ക് ഈ മരം മതി. കാരണം മടുത്തു ഈ വിഭജനത്തിൻ്റെ സംഭവം കൊണ്ട്. കാരണം ജീവിതം തന്നെ വെട്ടിമുറിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അയാൾ ഇത് പറയുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അവിടെ ഒരു ബിഷൻ സിംഗ് എന്ന് പറയുന്ന ഒരു മറ്റേ ഇത് മാനസിക രോഗി, ആ മാനസിക രോഗി അവിടെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ വന്ന് എപ്പോഴും കാണാറുണ്ട്. അന്ന് ഇന്ത്യ വിഭജനം ബാക്കി വിഭജനങ്ങളൊന്നുമില്ല, ലാഹോർ ജയിലിലാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റില്ല, അദ്ദേഹത്തിന് ഈ പാകിസ്ഥാൻ വിട്ട് പോകാനേ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല. അയാളുടെ സ്ഥലം ഈ തോബ തേസിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രിയ സുഹൃത്തുക്കളെ, എവിടെയാണ് എൻ്റെ തോബ തേസിംഗ്, എവിടെയാണ്? ഈ ബിഷൻ സിംഗ് ചോദിക്കുകയാണ്, തോബ തേസിംഗ് എവിടെയാണ്? അത് പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ? ഒരാൾ കളിയാക്കിക്കൊണ്ട് പറയുന്നു അത് പാകിസ്ഥാനിലാണ്, അത് സത്യമാണ്. പക്ഷെ വേറൊരാൾ പറഞ്ഞു അത് ഇന്ത്യയിലാണെന്ന്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഇയാൾക്ക് ഇയാളുടെ സമനില തെറ്റിപ്പോവുകയാണ്. കാരണം ഇത് എവിടെയാണെന്ന് അയാൾക്ക് അറിയുന്നില്ല. അയാളുടെ രാജ്യത്തെ കൂടെ അയാൾ ജീവിച്ച, അയാളുടെ ജീവിതം വളർന്നു വന്ന, അയാൾ കുട്ടിക്കാലം ചെലവഴിച്ച, അയാൾ സ്വപ്നം കണ്ട, അയാൾക്ക് ആഹാരം കൊടുത്ത, അല്ലേ, അയാൾ ബന്ധങ്ങൾ മൊത്തം ഉണ്ടാക്കിയ ഒരു രാജ്യം നഷ്ടപ്പെട്ടു, ഒരു സ്ഥലം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഒടുവിൽ ഇയാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വാഗാ അതിർത്തിയിൽ വെച്ചിട്ട് ഈ ഭ്രാന്തന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഇയാൾ അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് തോബ തേസിംഗ്, എവിടെയാണ്? നിങ്ങൾ അപ്പം ചോദിക്കും, നിങ്ങൾ പാകിസ്ഥാനിലാണോ, എങ്ങോട്ടാണോ പോകുന്നത്, ഇന്ത്യയിലേക്കാണോ പോകുന്നത് നോക്കുമ്പോൾ അയാൾ പറയുന്നൊരു ഇതുണ്ട്, ഉത്തരവുണ്ട്, ഞാൻ തോബ തേസിംഗിലേക്കാണ് പോകുന്നത്, അതാണ് എൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ ആളുകൾ കൂട്ടം കൂടി ചിരിക്കുകയും ഇയാൾ വാഗ അതിർത്തിയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മുള്ളുവേലി കിടക്കലെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് അയാൾ അങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ തോബ തേസിംഗ് എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കണ്ണീരില്ലാതെ വീഴാതെ ആ കഥ നമുക്ക് വായിച്ച് അവസാനിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കണ്ണീരിൻ്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ സാമൂഹ്യ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ അവസ്ഥക്കെതിരെ, ഈ അധികാര പ്രവണതക്കെതിരെ, ഈ ഭരണകൂട തന്ത്രങ്ങൾക്കെതിരെ ഉള്ള ഒരു ചെറുത്തുനിൽപ്പ് ആയിട്ട് കൂടിയിട്ട് നമ്മൾ സാഹിത്യത്തെ പരിവർത്തിക്കേണ്ടതുണ്ട്. അല്ലാതെ പാട്ടുപാടി ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാം ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി നടന്നു പോകാനുള്ള ഒരു സംഭവം മാത്രമല്ല സാഹിത്യം. നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ പറഞ്ഞ പിക്കാസോ പറഞ്ഞ പോലെ എൻ്റെ നാവ് കൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നെന്ന് പിക്കാസോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതാ ഈ പറയുന്ന പോലെ ഈ ചിത്രം ഞാൻ ഉണ്ടാക്കിയല്ല, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് ജൻപ്രണിക്കാരനോട് സ്പെയിൻകാരനായിട്ടുള്ള ഈ പിക്കാസോ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ചിത്രം ഗോർണിക്ക എന്ന് പറഞ്ഞൊരു ചിത്രം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ചിത്രം ഞാൻ വരച്ചതല്ല, ഇത് ആര് വരച്ചതാണ്? ജർമ്മൻകാർ എത്രയോ ആളുകളെ ചുട്ടുകൊന്ന, എത്രയോ ആളുകളെ ഗില്ലലിട്ടൊരു 49 ലക്ഷം ആൾക്കാരെ ചുട്ടുകൊന്ന ഈ ഹിറ്റ്ലർ അടങ്ങുന്ന ഈ ഭരണാധികാരികൾ, ഈ ഫാസിസം ഉണ്ടാക്കിയ ചിത്രമാണിത്. ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങളിത് അസ്വസ്ഥനാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കല എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സാഹിത്യ സ്നേഹികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കല എന്ന് പറയുന്നത് ആനന്ദിക്കാൻ മാത്രമുള്ളതല്ല, അത് അസ്വസ്ഥപ്പെടുത്താനും കൂടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.